അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റമദാനിലെ പുണ്യങ്ങൾ വാരിക്കൂട്ടുന്ന ദിനരാത്രങ്ങൾ നമ്മിൽ നിന്നും വിട ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പുകാരാണ് നമ്മളൊക്കെ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അള്ളാഹു പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാവണം, അതിനു വേണ്ടിയാണ്. മുത്തഖീങ്ങളുടെ ഒരു സ്വഭാവമായി അള്ളാഹു എണ്ണിയത് വൽ കാളിമീനൽ ഗൈള, ദേഷ്യത്തെ പിടിച്ചു കെട്ടാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മൾ നല്ല സഹനത്തിൻ്റെ ആളുകളാവണം. ക്ഷമിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ ക്വാളിറ്റിയാണ്. ഇങ്ങോട്ട് ആക്രമിച്ചവനോട് അതേ അളവിൽ അങ്ങോട്ടും ആക്രമിച്ചാൽ നമ്മൾ രണ്ടുപേരും തൂക്കത്തിൽ ഒരുപോലെയായി. ഒരാൾ നമ്മളെ ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്രേഡ് മൈനസിലേക്കായി. അവിടെ നമ്മൾ ക്ഷമിച്ചാൽ നമ്മളെ ഗ്രേഡ് A+ കടന്ന് അതിൻ്റെയും എത്രയോ മുകളിലേക്ക് പോയി. ഇതാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമയുടെ ഏറ്റവും വലിയൊരു മികവ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിസ്കരിച്ചാലുള്ള പ്രതിഫലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദിക്ർ ചൊല്ലിയാലുള്ള പ്രതിഫലം ഇതാണ്, നിങ്ങൾ സ്വതക്ക കൊടുത്താലുള്ള പ്രതിഫലം ഇത്രയാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ക്ഷമയുടെ പ്രതിഫലം ഇന്നമാ യുവഫസ്സാബിറൂന അജറഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവരുടെ പ്രതിഫലം അതിന് കയ്യും കണക്കുമില്ല എന്നാണ്. കണക്കില്ലാതെ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു പ്രതിഫലം കൊടുക്കുന്ന ഒരു കാര്യം ക്ഷമയാണ്. അത് മഹാന്മാരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് കൊടുക്കുക, ക്ഷമിക്കാൻ കഴിയുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഒരാൾ നിങ്ങളെ വല്ലാതെ കൊച്ചാക്കി പറയുന്നുണ്ടല്ലോ, നിങ്ങളെ കളിയാക്കുന്നുണ്ടല്ലോ, എന്തേ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ദ്വാരക്കാത്തത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാളെ ഹൗദുൽ കൗസറിൻ്റെ അരികിൽ നിങ്ങൾ എന്നെ കാണുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വരും, പല പ്രതിസന്ധികളും വരും. ആ സമയത്തൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. എന്നാൽ നിങ്ങൾക്ക് എന്നെ ഹൗദുൽ കൗസറിൻ്റെ അരികിൽ കാണാൻ കഴിയും. ക്ഷമിക്കുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതാണ് നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. നല്ല അന്നപാനീയങ്ങൾ നമ്മളെ മുമ്പിലേക്ക് വന്ന് ആരും കാണാതെ വെള്ളം കുടിക്കാനുള്ള പല അവസരവും വന്നു. അവിടെ ഒന്നും നമ്മൾ വെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, ഭാര്യയുടെ അടുത്തേക്ക് പോയില്ല, ഒക്കെ നമ്മൾ ക്ഷമിച്ചു നിന്നു. അതിൻ്റെ രൂപമാണ് നോമ്പ്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.